ഇനിയും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസും മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ഈ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാകും. ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഗൂഗിൾ ക്രോം വഴിയുള്ള ഒരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് നമ്മുടെ ഫോണിലുള്ള എല്ലാ ഫയലുകളും, ആഡിയോസ്, വീഡിയോസ്, ഇമേജസ് എല്ലാം നമുക്ക് ഈ ഒരു ഗൂഗിൾ ക്രോം വഴി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോണിലുള്ള ഫയൽ മാനേജർ ലോക്ക് ആയിരുന്നാൽ പോലും നമുക്കിതിന് സാധിക്കും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഫയൽ ///SD card/ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഫയൽ ://SD card/ എന്നിങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗോ ഓപ്ഷൻ കൊടുക്കുക. ഗോ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലുള്ള ഫയൽ മാനേജറിലുള്ള എല്ലാ ഫയലുകളും നിങ്ങൾക്കിവിടെ ഫോൾഡർ ബൈ ഫോൾഡർ ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൾഡർ ഓപ്പൺ ചെയ്ത് അതിലടങ്ങിയിരിക്കുന്ന ഇമേജസോ വീഡിയോസോ ഇതെല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ വാട്സപ്പ് എന്നൊരു ഫോൾഡർ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാട്സപ്പ് എന്നൊരു ഫോൾഡർ, ആ വാട്സപ്പ് എന്ന ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് മീഡിയ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വാട്സപ്പ് ഡോക്യുമെൻറ്റ്സ്, വാട്സപ്പ് ഇമേജസ്, വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ, വാട്സപ്പ് സ്റ്റിക്കർ, വാട്സപ്പ് വീഡിയോ എന്ന് തുടങ്ങിയ വാട്സപ്പിനകത്ത് ഏതൊക്കെ ഫോൾഡറുകളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഓരോന്നായിട്ടും ക്ലിക്ക് ചെയ്യും. ഞാൻ ജസ്റ്റ് വാട്സപ്പ് ഇമേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. വാട്സപ്പ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ഫോണിലുള്ള വാട്സപ്പ് ഇമേജസുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏത് ഇമേജസ് ആണോ അത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോസ്, ഇപ്പോൾ ഞാൻ വാട്സപ്പ് വീഡിയോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഏത് പ്ലെയർ ആണോ ആ പ്ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോസും എനിക്ക് ഇതുവഴി കാണുവാൻ സാധിക്കും. കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഇതുവഴി നമുക്ക് ക്രോം ബ്രൗസർ വഴി നമ്മുടെ ഫോണിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഫയലുകളും നമുക്ക് അതുവഴി ക്രോം ബ്രൗസർ വഴി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോൺ ലോക്കായിരുന്നാൽ പോലും, അതായത് നമ്മുടെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ലോക്കിട്ട് നമ്മുടെ ഫയൽ മാനേജർ ലോക്ക് ചെയ്തിരുന്നാൽ പോലും നമുക്ക് ഇത്തരം ക്രോം ബ്രൗസർ വഴി നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടിപ്സ് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും, എന്നാൽ അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് വളരെയേറെ പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ടെക് ടീംസ്.